ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിത്രയും ആര്യനും തമ്മിലുണ്ടായിരുന്ന പ്രണയകഥ കേൾക്കാനായിട്ട് ഏട്ടനും അനിയത്തിയും അതുപോലെ നമ്മുടെ അമ്മാവനും കൂടി ഇങ്ങനെ പുറകെ നടക്കുക. അപ്പോൾ പറയാതിരിക്കാൻ ആര്യന് പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥ തന്നെ അങ്ങോട്ട് ആര്യനങ്ങ് മെനഞ്ഞു കെട്ടുകയാണ്. അതൊരു ദിവ്യ പ്രണയമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ശരി, നീ ബാക്കി പറയാൻ പറഞ്ഞു ധർമ്മൻ. മറ്റാരും കാണാതെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതും ശരി, സമ്മതിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കോഡ് ഭാഷയുണ്ടായിരുന്നു, അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ കോഡ് ഭാഷയോ അതെന്ത് ഭാഷയാടാന്ന് ചോദിച്ചു ആകാശെ. അത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണെന്ന് പറഞ്ഞപ്പം ചേട്ടാ എന്ന് നിന്റെ മൊയ്തീൻ്റെ കഥ പറയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അമ്മ വന്നു. ഹരിയാ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വരികയും ചെയ്തു. അമ്മ ഒന്ന് പോയേ, ഞങ്ങൾ ആരിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇവൻ്റെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ഞങ്ങൾ ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമ്മ വന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നിൽക്കമ്മ, ഞങ്ങൾ ബാക്കി കഥ കൂടി ഒന്ന് കേൾക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു അനിയത്തി. എടാ അതൊക്കെ പിന്നെ കേൾക്കാം, മുറിയിലേക്ക് എല്ലാം പറഞ്ഞു. ഇല്ലമ്മേ ഇന്ന് ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞപ്പം എന്താ നിനക്ക് ചമ്മലാണോ? ഇവരൊക്കെ കളിയാക്കുമെന്ന് വെച്ചിട്ടാണോ ഒന്ന് ഗോമതി ചോദിക്കാം. നീ വന്നേ വാടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ മീനാക്ഷി ചേച്ചി പോവുക, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല ആകാശം നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മീന് വിളിച്ചപ്പം നീ വന്നേ ആകാശം എന്നും പറഞ്ഞു വിളിച്ചു. എന്നാൽ പിന്നെ ഞാൻ താഴേക്ക് പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മീനുവും ഗോമതിയും കൂടെ ആര്യനെ തന്നെ ഇങ്ങനെ നോക്കുക. ആര്യ നീ വന്നേ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എടാ മോനെ ചോദിക്കരുത്, ഞാൻ നിന്റെ കാല് പിടിക്കാം വാ എന്നും പറഞ്ഞു ഇങ്ങനെ അമ്മ വിളിക്കും. അപ്പം അതൊക്കെ ചെവിയിൽ നീ ഇന്ന് മിത്രയ്ക്കൊപ്പം ഒരു മുറിയിൽ വേണം കഴിയാനെന്ന് പറഞ്ഞപ്പം എന്തൊരു കഷ്ടമാണ് എൻ്റെ ഈശ്വരാന്ന് ആര്യൻ. നീ ഇത് ഇങ്ങനെ ഞാൻ പാലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അമ്മ വിളിച്ചാൽ നീ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി വന്നത്. നീ വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മീനും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവരങ്ങ് പോയപ്പോഴത്തേക്കും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ധർമ്മനോട് പറഞ്ഞിട്ട് ഗോമതി മക്കളെയും കൂട്ടി അങ്ങ് പോയി. ആ സമയത്ത് അനുമോളെ മീനാക്ഷി ആകാശ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ചേച്ചി ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ ആ ബഹളവും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന് ധർമ്മൻ ചോദിക്കുക മീനുവിനോട്. ഇതിനകത്ത് എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നു, ഇനി എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് ആര്യൻ അമ്മയോട് പറയാം. അതിനമ്മേനെ അനുവദിക്കണമെന്നും. നീ വരാൻ പറഞ്ഞ അമ്മ വീണ്ടും വിളിക്കുവാണ്. വാടാ വാ എന്നും പറഞ്ഞ് വിളിക്കുന്നു. നീ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മീനും കൂടെ പോകണം. ഈ സമയത്ത് നമ്മുടെ മിത്ര ഇങ്ങനെ റൂമിലിരിക്കുക. അപ്പോഴാണ് ഇവരും റൂമിലേക്ക് ചെല്ലുന്നത്. ഇവർ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷനോട് കൂടിയാണ് മിത്ര അവിടെ ഇരിക്കുന്നത്. ചെന്നിട്ട് മോളെ കാര്യം അമ്മയാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ വിവാഹത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ അത് നിങ്ങളോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല എന്ന് അമ്മ ഇവരോട് രണ്ടുപേരോടും പറയാം. മീനും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. മോനെ ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ നിങ്ങളുടെ വിവാഹം അല്ലാതെ മറ്റൊന്നും അമ്മയ്ക്ക് മുന്നിൽ ഇല്ലായിരുന്നു എന്ന് ഗോമതി പറയുക. അങ്ങനെ എൻ്റെ നിർബന്ധത്തിനും വാശിക്കും ഒക്കെ വഴങ്ങി നിങ്ങളത് സമ്മതിച്ച് തന്നതാ, അതൊക്കെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ മോനെ അമ്മ ഒരു കാര്യം പറയാം, നിങ്ങളിങ്ങനെ രണ്ടിടത്ത് കിടക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായ കാര്യമല്ല മോനെ എന്നും പറഞ്ഞ് അങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് മീനും അത് സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, അത് ഓർമ്മ വേണം. രണ്ട് ശരീരവും ഒരു മനസ്സുമാണ് നിങ്ങൾക്കിനി വേണ്ടത്. അപ്പോൾ അത് മാത്രമല്ല ബാക്കിയുള്ളവരെന്ത് കരുതുവാര്യ, മറ്റുള്ളവരുടെ കണ്ണിലെ വർഷങ്ങളുടെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചവരാ നിങ്ങൾ. അതിൻ്റെ ഒരു ഉത്സാഹവും സന്തോഷമൊക്കെ നിങ്ങൾ കാണിക്കണ്ടേ? അപ്പം നോക്കുമോനെ, നല്ല കുട്ടികളായി നല്ല ഭാര്യയും ഭർത്താക്കന്മാരായി നിങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങണം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പൊരുത്തപ്പെട്ടോളും. പിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത വിധത്തിൽ നിങ്ങളങ്ങ് അടുക്കുമെന്നൊക്കെ അമ്മ പറയുമ്പം നമ്മുടെ ആര്യൻ ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. അപ്പോൾ എന്താടാ നീ ഇതിനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഗോമതി ആര്യനോട്. അല്ല, ഈ കോമഡി ഷോയിലെ കോമഡി പറയുന്നത് പോലെ അമ്മയുടെ സംസാരം, പിന്നെ ചിരിക്കാതെ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. രണ്ട് ശരീരവും ഒരു മനസ്സും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത വിധത്തിൽ അടുക്കും. എൻ്റെ അമ്മേ ചിരിക്കാതെ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അമ്മേ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത തമാശകളൊന്നും അമ്മ പറയരുതെന്ന് പറഞ്ഞു. അപ്പം എന്താടാ നീ എന്നെ കളിയാക്കുവാണോ, നിന്നെ ഞാനെന്ന് പറഞ്ഞ് അമ്മ തല്ലാൻ ചെല്ലുമ്പോൾ ഞാൻ പറയാം അമ്മ, ഇവരെ ശാന്തരാക്കാൻ വന്നിട്ട് അമ്മ തന്നെ ചൂടാവുകയാണോ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ ചോദിക്കുക. പിന്നെ ഒന്നാമത് ബാലേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു വെപ്രാളത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബാലേട്ടൻ കടയിൽ എങ്ങനെ കഴിയുന്നു, വല്ലതും കഴിച്ചോ ഒന്നും എനിക്കറിയില്ല. പിന്നെ
പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പുറത്തെ അനന്തേട്ടൻ്റെ അവസ്ഥ, അച്യുതേട്ടൻ വന്ന് വഴക്കുണ്ടാക്കിയത്, അലോക് വന്ന് വഴക്കുണ്ടാക്കിയത്, അതെല്ലാം കൂടി ഓർത്ത് മനസ്സ് തകർന്നിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇവനും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ, ആര്യ നീ എഴുന്നേക്കാൻ പറഞ്ഞു മീനു, എന്നിട്ട് നീ ഇവിടെ നോക്കാൻ പറഞ്ഞു. ദേ ഇനിയിപ്പോൾ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രമല്ല ഇവിടെ പ്രാധാന്യം. പറഞ്ഞത് മനസ്സിലായോ? ദേ നീ മിത്ര എല്ലാം കൂടി കണ്ണും കേട്ടും പേടിച്ച് നിൽക്കാം. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റേതോ ഒരു ലോകത്തിൽ വന്ന് പെട്ടതുപോലെ ആയിരിക്കും അവരുടെ മനസ്സ്. ആ ഒരു ഇതിൽ നീ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഏട്ടത്തി ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, ഞാൻ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് ആര്യൻ പറയുമ്പോൾ, ആര്യ ചില കാര്യങ്ങളിൽ വീട്ടുകാരിടപെടും, പിന്നെ നീ അങ്ങോട്ട് കയറി അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നടക്കില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനാണോ അമ്മയെല്ലാം തീരുമാനിക്കുന്നത്? പഠിത്തം ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ തീരുമാനിച്ചു. ദേ അതുപോലെ ആഹാരവും വസ്ത്രവും എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു എന്ന് ആരും ചോദിക്കുക. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ തീരുമാനിച്ചതായിരുന്നു, അമ്മ തീരുമാനിച്ചത് ഞാൻ അനുസരിച്ചതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് സ്വയം തീരുമാനിച്ചെന്ന് അമ്മ പറയുന്നത് എന്ന് ആരും ചോദിച്ചപ്പം, ആര്യ കഴിഞ്ഞതൊക്കെ പോട്ടേടാ, നീ അത് വിട്ടുകള ആര്യ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഏട്ടത്തി, ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ദിവസമൊന്നും അല്ലല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ദേ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഭാരമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യനിട്ടൊരു ഒറ്റ അടി വെച്ച് കൊടുത്തു നമ്മുടെ ഗോമതി. അപ്പം നീ എന്താടാ പറഞ്ഞത്? ഭാരമാണെന്നോ? ദേ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഭാരമാണെന്നാണോടാ നീ പറയുന്നത്? അപ്പം അപ്പച്ചി പോട്ടെ അപ്പച്ചി എന്ന് മിത്ര പറഞ്ഞു. അങ്ങനെ സംസാരിക്കുമ്പോൾ, ദേ എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നീ മിത്രയെ താലി കെട്ടിയത്. ആ ഒരു ന്യായം വെച്ച് എന്തും പറയാമെന്ന് നീ കരുതിയേക്കരുതെന്ന് പറയുന്ന ഗോമതിയോട്, അമ്മേ ആര്യന് അതിൻ്റെ അർത്ഥവും ആ വ്യാപ്തിയൊന്നും നോക്കി പറഞ്ഞതല്ല, അറിയാതെ അത് നാവിൽ നിന്ന് വന്നു പോയതാണെന്ന് മീനു പറഞ്ഞു. പോട്ടെ അമ്മേ നമുക്ക് ക്ഷമിക്കാമെന്ന് മീനു പറയുക. അപ്പം അത് കേട്ടപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ദേ നിന്നെ കൊച്ചാക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ ബാലേട്ടൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയാം. മീനു നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കല്ലേ. ഇത്രയും നേരം ആര്യനെ ഇങ്ങനെയൊന്ന് നോക്കി. അതുപോലെ ഞാൻ തിരിച്ചും ബാലേട്ടനെ മോശമായിട്ട് പറയുന്നത് എന്നെങ്കിലും നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് മീനു പറഞ്ഞു. പിന്നെ ഒന്ന് തല്ലിയാൽ അതിൻ്റെ വേദന കുറേ കഴിയുമ്പോൾ അങ്ങ് മാറും, പക്ഷെ മനസ്സ് വേദനിച്ചാൽ വേദന മാറില്ല എന്ന് പറഞ്ഞിങ്ങനെ ഗോമതി പറഞ്ഞപ്പം, മതി മതി പോട്ടെ 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 നമുക്ക് പോകാം, ഇനിയിപ്പോൾ ഇവരിവിടെ ഇരിക്കട്ടെ. ഇതേ മിത്രേ ഇത് നല്ല ചൂടുള്ള പാലാ കേട്ടോ എന്ന് പറഞ്ഞു മിത്രയോട് പറയാം, കളയാതെ കുടിക്കണം. പിന്നെ ഇപ്പം തണുത്ത് കാണും, സാരമില്ല പഴമൊക്കെ ഇരിപ്പുണ്ട്, പാലും പഴമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, മോനെ അമ്മ തല്ലിയതിലും നിനക്ക് സങ്കടം ഉണ്ടോടാന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി വീണ്ടും ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഈ അമ്മ എല്ലാം നശിപ്പിച്ചു, ഇവരെന്താ പറഞ്ഞേ? അമ്മയ്ക്ക് എന്താ ഒരു ചെറിയ തല്ലിനാണ് അമ്മ ഇത്രയും ഇമോഷണൽ ആവുന്നത്? അമ്മ ഇങ്ങ് വന്നേ ഇങ്ങോട്ട് വാ, ആര്യനതൊക്കെ മാറുന്നു അല്ല ആര്യ, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാ. അങ്ങനെ അവരിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ആര്യനും കൂടെ ആ മുറിയിൽ രണ്ട് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ രണ്ട് ലോകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗോമതി മീനുവിനോട്, ആര്യനും മിത്രയോട് ഇത്രയും വലിയ ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചപ്പം, അമ്മയ്ക്കല്ലേ എന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതെന്ന് മീനു ചോദിച്ചു. ഞാൻ കല്യാണം വന്ന ദിവസം തൊട്ട് കാണുന്നതാ അവർ തമ്മിലുള്ള വഴക്കും ബഹളവും ഒക്കെ. അപ്പം അത് കേട്ടപ്പോൾ, അല്ല അവന് വേറെ ആരോടെങ്കിലും പ്രേമോ ഇഷ്ടമോ ഒക്കെ ഉള്ളതായിട്ട് അറിയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അങ്ങനെയൊന്നും എന്തായാലും ഇല്ല കേട്ടോ. അഥവാ ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആര്യനൊരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കത്തുണ്ടായിരുന്നില്ല എന്നും നമ്മുടെ മീനു അമ്മയോട് പറയുക. അല്ല അവൻ ഇപ്പോഴേ തന്നെ ഒരു വിവാഹത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് പ്രധാന കാരണം. പിന്നെ കൃഷ്ണമംഗലത്തുകാരോടുള്ള ശത്രുത, പിന്നെ മിത്രയെ ശത്രുവായിട്ട് കണ്ടിരുന്നത്, എല്ലാം കൂടിയുള്ള ഒരു വൈരാഗ്യം, അതാണ് അവൻ്റെ ഈ ദേഷ്യത്തിനൊക്കെ കാരണം. അമ്മ അതേപറ്റി ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട, അതൊക്കെ പതുക്കെ ശരിയാകുമെന്ന് പറഞ്ഞു. അല്ല മോളെ ഇന്ന് രാത്രി അവർ തമ്മിൽ വഴക്കെന്തെങ്കിലും നടക്കുമോ എന്ന് ഗോമതി ചോദിച്ചപ്പം, വഴക്കൊന്നും നടക്കാൻ വഴിയില്ല അമ്മേ, അമ്മ ചുമ്മാ ഓരോന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ആര്യൻ മിത്രയുടെ മുന്നിൽ ചെന്നിരുന്ന ടെറസിൽ ഞാൻ സമാധാനമായിട്ട് കിടന്നതാ, അതിൻ്റെ ഇടയ്ക്ക് വന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ മിത്രയോട്. താലി പൊട്ടിച്ച് കളി തിരിച്ചു പോകാൻ ഞാൻ പറഞ്ഞതല്ലേ, പൊക്കൂടായിരുന്നു നിനക്ക് എന്ന് ആര്യൻ ചോദിക്കുക. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം, ഞാൻ പറഞ്ഞതാണല്ലോ താലി പൊട്ടിക്കാൻ, ആര്യൻ എന്താ പൊട്ടിക്കാതിരുന്നതെന്ന് ചോദിച്ചു. പഴയ ദേഷ്യം കൊണ്ട് ഉള്ളിൽ വെച്ച് പറയല്ല, നമ്മൾ തമ്മിൽ ചേരില്ല ആര്യ എന്ന് പറഞ്ഞപ്പം, പഴയ ദേഷ്യം ഉടക്കം വെച്ച് ഞാനും പറയുന്നതല്ല, നമ്മൾ തമ്മിൽ ചേരില്ല, എത്രയോ കാലം ജീവിക്കേണ്ടവരാ, ആയുസ് മുഴുവൻ തല്ലും പിടിയുമായിട്ട് കഴിയാനാണോ നമ്മൾ തമ്മിൽ ജീവിക്കേണ്ട. ഞാനൊരു സത്യം പറയാം, നിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവാണെന്ന് പറഞ്ഞ് ആര്യൻ മിത്രയോട് പറഞ്ഞു. പിന്നെ
അല്ല തിരിച്ചു അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പോൾ അല്ലേന്ന് ചോദിച്ചപ്പോഴും മിത്ര ഒന്നും മിണ്ടുന്നില്ല. അത് തന്നെയല്ലേ സത്യം. എൻ്റെ മുഖം കാണുമ്പം നിനക്കും ദേഷ്യമല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം മിത്ര ഒന്നും മിണ്ടുന്നില്ലേ? ഒന്നും മിണ്ടാതെ മിത്ര ഇങ്ങനെ നിൽക്കുക. എന്താ അങ്ങനെയല്ലേ? നീ ഉത്തരം പറയാൻ പറഞ്ഞു. ആരും തന്നെ ചോദ്യം ചോദിക്കുന്നു, ആരും തന്നെ ഉത്തരവും പറയുന്നു, പിന്നെ ഞാനിവിടെ എന്തു പറയാനാണെന്നും മിത്ര ചോദിച്ചു. എനിക്കറിയാം നിനക്ക് ദേഷ്യം തന്നെയാണെന്ന് സത്യം പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേഷ്യമെന്നോ പകയെന്നോ അതൊന്നും എനിക്കറിയില്ല ആര്യ. എൻ്റെ മനസ്സിൽ ഒരു മരവിപ്പുണ്ട്, അത് സത്യം തന്നെയാണെന്ന് നമ്മുടെ മിത്ര ആര്യനോട് പറയാം. 2-3 ദിവസം കൊണ്ട് ജീവിതമാകെ കൈവിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു മരവിപ്പാണതെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാൻ മേലാത്തതിൻ്റെ ഒരു മരവിപ്പാണത്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ സമ്മതിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ആര്യൻ. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതല്ലേ ആര്യ? ആര്യനും എതിർക്കാൻ പാടില്ലായിരുന്നു, പറ്റില്ല എന്ന് ആര്യന് പറയാറുന്നില്ലേ എന്ന് മിത്ര. എല്ലാം അവിടെ അവസാനിക്കുമായിരുന്നല്ലോ ഇല്ലേ? ഇതിപ്പോൾ താലി കെട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ വഴക്ക് കൂടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞപ്പം എന്തോന്ന് നീ അനുഭവിക്കുന്നു? നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയതല്ലേ? ഗുരുവായൂരിൽ വെച്ച് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ നിനക്കൊരു ജീവിതം തരിക എൻ്റെ അമ്മ ചെയ്തത്, എന്നിട്ട് ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ നീ അനുഭവിക്കുകയാണെന്ന്. ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നതേ ഞാനാണെന്ന് ആരെയും പറഞ്ഞപ്പം ആര്യ ദേ ഞാൻ പറഞ്ഞു, ദയവായി എന്നെ രക്ഷപ്പെടുത്തി എനിക്ക് തന്ന ഔദാര്യമാണ് ഈ വിവാഹം എന്നൊന്നും പറയരുത് എന്ന്. ദേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ജീവിതം ഞാൻ തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നല്ലോ ഇല്ലേ? പിന്നെ എന്നെ ഇങ്ങനൊരവസ്ഥയിൽ എത്തിച്ചിട്ട് ഔദാര്യമാണ്, സഹതാപം കാണിച്ചതാണ് എന്നൊന്നും നിങ്ങളാരും പറയാൻ വരരുതെന്ന് പറഞ്ഞു. എനിക്ക് ആരുടെയും സഹതാപവും ആവശ്യമില്ലെന്ന്. ഇല്ല ഞാനൊന്നും പറയുന്നില്ല, ഇവിടെ നിന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാൻ ടെറസിൽ തന്നെ പോകാമെന്ന് പറഞ്ഞാൽ ആരും അങ്ങ് ഇറങ്ങി പോവുകയാണ്. അവിടെ എനിക്ക് സമാധാനം കിട്ടുമെന്നും വീണ്ടും ടെറസിൽ പോയി കിടക്കുന്നത് അപ്പച്ചിക്കും മീനാക്ഷി ചേച്ചിക്കും വിഷമം ഉണ്ടാക്കുമെന്നും ഇത്ര നേരം പറഞ്ഞു. അപ്പച്ചിയുടെ വിഷമമൊക്കെ ഞാൻ സഹിച്ചു, എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാമെന്ന് ആര്യൻ. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞു ആര്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നു. വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് മിത്ര ആകെ ധർമ്മസങ്കടത്തിൽ മുറിയിൽ നിൽക്കുക. മിത്രയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന മിത്ര പിന്നെ ആരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ആര്യൻ്റെ പിന്നാലെ ചെന്നു. നിങ്ങൾ വന്നേടാ, നീ എവിടെ പോകുമെന്ന് ചോദിച്ചു. പിടിച്ചു വലിച്ചു എന്നിട്ട് മുറിയിലേക്ക് കൊണ്ടുപോവാം. അമ്മ എനിക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്ന് ആര്യം പറഞ്ഞപ്പം നീ അവളെ ഭാര്യയായിട്ടൊന്നും കാണണ്ട, അവൾ നിന്നെ ഭർത്താവായിട്ട് കണ്ടോളൂ എന്ന് അന്നേരം അമ്മ പറയാ ആര്യനോട്. എന്താടാ ആര്യ ഇത്, കാര്യങ്ങളൊക്കെ നിന്നോട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തീ കാണിക്കുന്നതെന്ന് മീന ചോദിച്ചു. അപ്പോൾ ഞാനും വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് ആര്യൻ ഇവരോട് ചോദിക്കുക. ഈ സ്നേഹം, ഇഷ്ടം, ദാമ്പത്യം ഇതൊക്കെ ബലം പ്രയോഗിച്ച് നടത്തേണ്ട കാര്യങ്ങളാണോ? അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പം തോന്നണം, നീ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നിനക്കത് തോന്നാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ മനുഷ്യനമ്മേ മരമല്ലെന്ന് ആര്യൻ അമ്മയോട് പറയുന്നത് കേട്ട് പറഞ്ഞ അമ്മ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ തോന്നലുകളിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ പറയുമ്പോൾ നിന്നോട് വരാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് ആര്യനെ മുറിയിൽ കൊണ്ടുപോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ പരീക്ഷിക്കാൻ നിൽക്കരുത്, ഒരപേക്ഷയുണ്ട്. അപ്പോൾ ആര്യൻ ഇറങ്ങി പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, അതാ ഞങ്ങളവിടെ കാത്തു നിന്നെന്ന് മിത്രയോട് പറയുകയാണ് മീനു. മോളെ നീ ഇവൻ്റെ ഭാര്യയാണ്, അത് മറക്കരുത്. ഭർത്താവിനെ ഉപദേശിക്കാൻ മാത്രമല്ല ശാസിക്കാനും ഒക്കെ അവകാശമുണ്ട് ഭാര്യയ്ക്ക്, മനസ്സിലായോ? ഇനി ഇവൻ ഈ മുറിയിൽ നിന്ന് പുറത്ത് പോയേക്കരുത്, നീ വിട്ടേക്കരുത് എന്ന് ആര്യൻ്റെ കാര്യങ്ങളിൽ മിത്രയോട് പറയുമ്പോൾ ഒരാളുടെ കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം എന്നാണ് ഇടപെടുന്ന അപ്പച്ചി, അത് ശരിയല്ല എന്ന് മിത്ര പറഞ്ഞു. അപ്പോൾ മോളും ന്യായം പറഞ്ഞു തുടങ്ങിയല്ലേ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു എന്ന് പറയുമ്പോൾ മോള് വിചാരിച്ചാൽ ഈ തലതിരിഞ്ഞവനെ നേരെയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഗോമതി. അമ്മേ ഇവിടെ ഞാനൊന്ന് ഇടപെടട്ടെ. അതെ, ഒരാൾക്ക് നേരെ ആവണം എന്നുണ്ടെങ്കിൽ അയാൾ തന്നെ ആദ്യം വിചാരിക്കണ്ടേ എന്ന് മീനു ചോദിക്കാം. അല്ലാതെ ഭർത്താവിനെ നേരെയാക്കിക്കൊള്ളാമെന്ന് ഭാര്യ ശപഥം ചെയ്തിറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു മീനു. ഒരു നല്ല കുടുംബജീവിതത്തിന് 2 പേർക്കും ഒരുപോലെ കടമകളുണ്ട്. അപ്പോൾ പിന്നെ 2 പേരും പരസ്പരം മനസ്സിലാക്കി ഇതായിട്ടങ്ങ് ജീവിക്കുക. അമ്മേ ഇനിയിപ്പോൾ ഇവരുടെ ഇഷ്ടം പോലെ ഇവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ 2 പേരും കൂടെ അങ്ങ് കുറെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പാലിരിക്കുന്നത് നിനക്ക് ആവശ്യമുണ്ട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ട ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യനത് മുഴുവൻ എടുത്ത് അങ്ങ് കുടിച്ചു. നീ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മിത്ര ഇങ്ങനെ നോക്കുക, എനിക്ക് ഒറ്റയ്ക്ക് കിടന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് ആര്യം പറഞ്ഞു. എങ്കിൽ ഈ മുറിയിൽ നിന്ന് മാറിക്കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ മുറിയിൽ നിന്ന് പോകില്ല എന്ന് നിനക്കറിയാം, അതിൻ്റെ ഉറപ്പിലല്ലേ നീ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. അതുകൊണ്ടൊന്നും അല്ല ആര്യ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ആര്യനൊരു ഭാരമാകാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് നമ്മുടെ മിത്ര അങ്ങ് പറയണം. അങ്ങനെ ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.